ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രതീക്ഷിച്ചതിന് ഘടകവിരുദ്ധമായി 3-ാം സ്ഥാനത്ത്. അതുള്ളൂ എനിക്ക് 2-ാം സ്ഥാനത്ത് വന്നപ്പോൾ എനിക്ക് പറഞ്ഞെനിക്ക് ഒരു സന്തോഷമുണ്ടായിരുന്നു. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അത് സംഭവിച്ചെന്താ വെച്ചാൽ കുറ്റമായിട്ട് കാര്യമില്ല. സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് പരിചയമില്ല. വലിയൊരു പ്രശ്നമാണ്. ആദ്യമായിട്ട് ഇവിടെ വന്ന AK-ന്റെ മകൻ എന്നുള്ള ഏക അഡ്രസ്സാണ്. അതിനകത്ത് തന്നെ AK-ന്റെയും അപ്പനും മകനോട് പിണക്കം വന്നു പോയി പാർശ്വമായിട്ട്. അതുകൂടെ വന്നോടുകൂടി പ്രശ്നമായി. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എങ്കിലും ഞാൻ ഇപ്പോൾ ഉദാഹരണം പറയാം. എൻ്റെ വീട്ടിലേക്ക് ചുറ്റുവളം എല്ലായിടത്തും വിജയിച്ചു. പൂഞ്ഞാർ പഞ്ചായത്ത് അൻ്റെ 1-ാം സ്ഥാനത്താണ്. അതുകൊണ്ട് ഇപ്പം എന്താ? അല്ല, ഒന്നുമില്ല. പക്ഷേ മറ്റു മേഖലകളിൽ വളരെ ദയനീയമായി പോയി. കാരണം ഇതാണ് പരിചയമില്ല എന്നുള്ളതാണ്. ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. അത് തന്നെയല്ല, വന്ന് ഇറങ്ങി അന്നേരം തന്നെ സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിലോട്ട് വരുന്നതാണ്. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്താടാ? അതാണ് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനബന്ധമില്ലാത്ത ആള് സ്ഥാനാർത്ഥിയായിട്ട് കാര്യമില്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. അപ്പനും മകനും അഴിയായി. പിന്നെ എങ്ങനെ വരും? ആനയെ പ്രകോപിക്കാൻ ഉണ്ടായിരുന്നാൽ മതിയാണ്. ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. ആനയോട് തന്നെ തർക്കമാക്കി. മിണ്ടണ്ടായിരുന്നു, അതായിരുന്നു നല്ലത്. എന്റെ കൺമുമ്പിൽ നിന്ന് പോടാ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ.